എന്താ വിളിച്ചിട്ട് കിട്ടിയോ? ഇല്ല, നന്ദിനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല. സൂര്യയുടെ ഫോൺ സ്വിച്ച് ഓഫാ. നന്ദിനെ വിളിച്ചിട്ടാണെങ്കിൽ കിട്ടുന്നുമില്ല. എന്താ ഇപ്പൊ ഇവിടെ നടക്കുന്നേ? നന്ദിനി അവിടെ തന്നെ ഉണ്ടോന്ന് എന്റെ സംശയം. നന്ദിനി പിന്നെ എവിടെ പോവാനാ? സൂര്യ അവസ്ഥ കിടക്കുമ്പോ നന്ദിനി ഒരിടത്തേക്കും പോവില്ല. അതല്ല വിവേകെ, ഏട്ടനെ കാണാൻ നമ്മൾ ഹോസ്പിറ്റലിൽ ചെന്നപ്പോ അവരനുവദിച്ചില്ല. നന്ദിനിയെ ഹോസ്പിറ്റലിൽ നിന്ന് മാറ്റി നിർത്തി. നന്ദിനിയുടെ വീട്ടുകാർ ഇറക്കി വിട്ടത് വളരെ ക്രൂരായിട്ടാ. യതീന്ദ്രൻ സാറ് സ്ഥലത്തില്ലാത്ത ഈ സമയത്ത് നന്ദിനിയെ അവരെന്തെങ്കിലും ചെയ്തു കളയുമെന്ന് എനിക്ക് പേടിയുണ്ട്. ഇപ്പോ എളുപ്പമല്ലേ, തടയാൻ ഏട്ടനുമില്ലല്ലോ. നന്ദിനി അവരെ ഇറക്കി വിട്ടതാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നന്ദിനി ഇപ്പൊ ഏട്ടനെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. അതും വളരെ ആത്മാർത്ഥമായിട്ടാ. എന്തെങ്കിലും കാരണം പറഞ്ഞ് നന്ദിനി അവരെ ഇറക്കി വിട്ടിട്ടുണ്ടെങ്കിൽ നന്ദിനി നമുക്ക് കണ്ടെത്തണം. അവള് നിയമപരമായി ഏട്ടന്റെ ഭാര്യയല്ലേ? താലി കെട്ടിയത് മാത്രമല്ലല്ലോ, രജിസ്റ്റർ മാരേജും കഴിഞ്ഞതല്ലേ. അവളുടെ അവകാശങ്ങൾ അവളെ കൊണ്ട് ചോദിപ്പിക്കണം. കാര്യങ്ങളൊക്കെ ശരിയാ, പക്ഷേ നന്ദിനി അവിടുന്ന് ഇറക്കി വിട്ടിട്ടുണ്ടെങ്കിൽ അതത്ര എളുപ്പമായിരിക്കില്ല. അതെന്താ? നന്ദിനി അവിടുന്ന് ഇറക്കി വിട്ടിട്ടുണ്ടെങ്കിൽ അത് അവളുടെ കുടുംബത്തോടൊപ്പം തന്നെ ആയിരിക്കുമല്ലോ. ആ കുടുംബത്തിനെ ഭീഷണിപ്പെടുത്താനൊക്കെ പത്മ മാഡത്തിന് അറിയാം. ഇതൊക്കെ എന്തുകൊണ്ടാ? ആ കുടുംബത്തിലുള്ള എല്ലാ പേരും ഞാൻ പത്മ മാഡത്തിന്റെ വേലക്കാരനാണെന്ന് മനസ്സിൽ ചിന്തിക്കുന്നതുകൊണ്ടല്ലേ. ആ ഒരു നിമിഷം മാറ്റി വെക്കാൻ പറഞ്ഞാല്, മകളെക്കുറിച്ച് മാത്രം ചിന്തിക്കാൻ പറഞ്ഞാല് അതോടെ തീരില്ലേ? ഒന്നും വിട്ടുകൊടുക്കാൻ പാടില്ലെന്നാ ഞാൻ പറഞ്ഞത്. ഞാനൊരു കാര്യം പറയട്ടെ, ആദ്യം നമുക്ക് അങ്ങോട്ടൊന്ന് പോയി നോക്കിയാലോ. നന്ദിനി അവിടെ ഉണ്ടോന്ന് അറിഞ്ഞിട്ട് പോരെ ബാക്കിയുള്ള തീരുമാനങ്ങളൊക്കെ. എങ്കിൽ ഇപ്പൊ തന്നെ പോയാലോ? പോകുന്നതിന് മുൻപ് ഞാനൊരു കാര്യം പറയാം. നമ്മൾ ചെല്ലുന്ന ചിലപ്പോ പത്മ മാഡത്തിന് ഒട്ടും ഇഷ്ടാവില്ല. അവര് പറയുന്നൊക്കെ കേട്ട് നിൽക്കേണ്ടി വരും. നമ്മൾ നാവ് പണയം വെച്ചിട്ടൊന്നും അല്ലല്ലോ പോകുന്നത്. ഇങ്ങോട്ട് പറഞ്ഞ അങ്ങോട്ട് പറയാനും അറിയണം. എടി, ഞാൻ അവരുടെ ജോലിക്കാരനാ. ഒന്ന് നിർത്തുന്നുണ്ടോ? ജോലിക്കാരൻ ജോലിക്കാരൻ. അവരുടെ കമ്പനിയിലെ വിവേകേട്ടൻ അക്കൗണ്ട് സെക്ഷനിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫാ. അതിനുള്ള യോഗ്യതയുണ്ട്, വിദ്യാഭ്യാസമുണ്ട്. അല്ലാതെ അവരുടെ അടിമപ്പണിക്ക് കരാറെടുത്ത് പോയതൊന്നുമല്ലല്ലോ. ഇങ്ങനെയാ നന്ദിനിയുടെ കുടുംബം കീഴടങ്ങി കൊടുക്കുന്നത്. തല കുനിച്ചു കൊടുത്ത തലേക്കറി നിരങ്ങൂരൊക്കെ. എന്നാ നമുക്ക് ഇപ്പൊ തന്നെ പോവാം. നമ്മൾ പേടിക്കുന്നത് പോലെ ഒന്നും സംഭവിക്കാതിരിക്കട്ടെ. താൻ എന്തായാലും റെഡിയാവും. രാജുവേട്ടാ, നന്ദിനി ഇവിടെ ഇല്ലേ? ഉണ്ട്. നന്ദിനി എന്താ വിളിച്ചിട്ട് ഫോൺ എടുക്കാത്തെ? ഞങ്ങള് ഏട്ടന്റെ ഫോണിൽ വിളിച്ചു, നന്ദിനിയുടെ ഫോണിൽ വിളിച്ചു, ഒന്നിലും കിട്ടുന്നില്ല. ഇപ്പൊ രണ്ടുപേരുടെ കയ്യിലും ഫോണില്ല. അതെന്താ? ഇവിടെ നടക്കുന്നത് ആരോടും പറയാൻ കൊള്ളില്ല. സൂര്യ സാറിനോട് ഫോണിൽ സംസാരിക്കല്ലേ എന്ന് ഡോക്ടർമാർ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് സൂര്യ സാറിന്റെ ഫോൺ വാങ്ങി വെച്ചിരിക്കുന്നത്. സൂര്യ സാറിനെ കൊണ്ടുവന്ന ദിവസം പത്മ മേഡം എന്റെയും നന്ദിനിയുടെയും ഫോൺ വാങ്ങി വെച്ചു. അതെന്തിനാ? ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊന്നും ആരോടും പുറത്തു പറയാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. നന്ദിനി ഇതുവരെയും സൂര്യ സാറിനെ കണ്ടിട്ടില്ല. എന്തായി പറയുന്നേ? അപ്പൊ പിന്നെ എന്ത് ചെയ്യും? നന്ദിനി മുകൾ നിലയിലേക്ക് കയറാൻ പാടില്ലെന്ന് എല്ലാവരും കൂടെ കാവലിരിക്കുക. പാവം.
സൂര്യ സാറിനെ ഒരു തവണയെങ്കിലും കണ്ടോട്ടെ എന്ന് ചോദിച്ച് അവരുടെ കാല് പിടിച്ചു. എന്നിട്ടും അവര് സമ്മതിച്ചില്ല. അവര് ഇറക്കി വിട്ടു. പക്ഷെ പോവില്ലെന്ന് നന്ദിനി വാശി പിടിച്ചോണ്ട് തിരിച്ച് കയറ്റേണ്ടി വന്നു. ഇപ്പോ അടുക്കളയിൽ മാത്രമേ നന്ദിനിക്ക് പ്രവേശനമുള്ളൂ. ഇതെന്താ വിവേകെ കേൾക്കുന്നേ? ഇതൊന്നും ചോദിക്കാനും പറയാനും ആരുമില്ലേ? ആരതി, ആരതി, കാര്യങ്ങളൊക്കെ രാജുവേട്ടൻ പറഞ്ഞു. നീ എന്തിനാ നന്ദിനി പ്രതികരിക്കാതിരിക്കുന്നേ? ഞാൻ കരഞ്ഞു, ബഹളം വെച്ചു. നിർബന്ധമായിട്ടും സൂര്യ സാറിനെ കാണണമെന്ന് പറഞ്ഞു. പക്ഷെ അവർക്ക് പറയാനുള്ളത് പഴയ കാര്യങ്ങൾ തന്നെയാ. സുദേവന്റെ മകൾക്ക് യോഗ്യതയില്ല. വിവാഹ മണ്ഡപത്തില് സൂര്യ സാറിനെ താലി കെട്ടിയത് പോലും ഒരു മോശം പെണ്ണിന്റെ ലക്ഷണമായിട്ട് അവർ കാണുന്നത്. ഇവിടുന്ന് ഇറങ്ങിപ്പോവാൻ എന്നോട് പറഞ്ഞതാ. എന്റെ സാധനങ്ങളൊക്കെ എടുത്ത് എന്നെ പുറത്തിറക്കി നിർത്തി. പക്ഷെ സൂര്യ സാറിന്റെ അടുത്തുനിന്ന് ഞാൻ ഇറങ്ങിപ്പോണെങ്കിൽ എന്നെ കൊല്ലണാരുതി. അല്ലാതെ ഞാൻ പോവില്ല. ഇവരെന്താ കരുതിയിരിക്കുന്നത്? സൂര്യ സാർ കിടന്ന കിടപ്പിന്ന് ഒരിക്കലും എഴുന്നേൽക്കില്ലെന്നോ, ഞങ്ങൾ തമ്മിൽ ഒരിക്കലും കാണില്ലെന്നോ? സാർ എന്നാ തിരിച്ചു വരുന്നത് അറിയില്ല. സാറ് ഞങ്ങളുടെ നമ്പറിലേക്കൊക്കെ വിളിക്കുന്നുണ്ടാവും. അതിന് അവരെന്തേലും കഥയും പറഞ്ഞു കാണും. നന്ദിനി, ഞങ്ങൾ പത്മ മാഡത്തിനോട് സംസാരിക്കാം. നിങ്ങൾ സംസാരിച്ചതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടാവുമെന്നൊന്നും എനിക്കറിയില്ല. പ്രയോജനം ഉണ്ടാവണം. ലോകത്തിന്റെ അറ്റത്ത് ഈ ഒരു വീട് മാത്രമല്ലല്ലോ, ചുറ്റും ആൾക്കാരല്ലേ, പോലീസ് സ്റ്റേഷനില്ലേ, നിയമങ്ങളില്ലേ. ആ നിയമം പറഞ്ഞു തന്നെ എന്നെയും പേടിപ്പിക്കുന്നത്. സൂര്യ സാറിനെ കൊല്ലാൻ ശ്രമിച്ചത് എന്റെ അച്ഛനാണെന്നാ കണ്ടുപിടുത്തം. ഞാനിവിടെ എന്തെങ്കിലും ബഹളം ഉണ്ടാക്കിയാൽ എന്റെ വീട്ടിലുള്ളവരെ മുഴുവൻ അറസ്റ്റ് ചെയ്യുമെന്ന്. അതാ ഭീഷണി. അത് ചെയ്യാൻ മടിക്കാത്തവരൊന്നും അല്ല. എനിക്ക് എന്റെ കുടുംബത്തിന് കൊലയ്ക്ക് കൊടുക്കാൻ പറ്റില്ല. അതുകൊണ്ടാ ആട്ടും തുപ്പും ചവിട്ടുകേറ്റ് ഞാനിവിടെ ഇങ്ങനെ കിടക്കുന്നേ. അതെ, നിങ്ങളെ കൊണ്ട് പറ്റുവാണെങ്കിൽ ഒരു തവണ മാത്രമെങ്കിലും നന്ദിനി മോളെ സൂര്യ സാറിനെ ഒന്ന് കാണിച്ചു കൊടുക്കണേ. എന്തായാലും ഞങ്ങൾ പോയി സംസാരിക്കട്ടെ. ആ.